എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 7 വർഷം. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അഭിമന്യുവിന്റെ ഓർമ്മദിനത്തിൽ പ്രിയപ്പെട്ട നേതാവിന്റെ സ്മരണ പുതുക്കുകയാണ് SFI. കേരളത്തിന്റെ മനസാക്ഷിയെ ഉലച്ച് അഭിമന്യു കുത്തേറ്റു വീണ അതേയിടത്ത് അതേ സമയത്ത് അഭിമന്യു അവസാനമായി കുറിച്ച വർഗീയത തുലയട്ടെ എന്ന ചുമരെഴുത്തിനു മുന്നിൽ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് SFI പ്രവർത്തകർ അണിനിരന്നു. അവർ അവരുടെ പ്രിയപ്പെട്ട നേതാവ് അവസാനമായി കുറിച്ച മുദ്രാവാക്യത്തെ ഏറ്റുവിളിച്ചു. മഹാരാജാസിലെ സ്മൃതി മണ്ഡപത്തിൽ ഒത്തുചേർന്ന വിദ്യാർത്ഥികൾ പ്രകടനമായി പ്രിയ സഖാവ് കുത്തേറ്റ് വീണെടുത്ത് എഴുത്തിന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദും സെക്രട്ടറി PS. സഞ്ജീവും നേതൃത്വം നൽകി. അഭിമന്യുവിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. പുലർച്ചെ 2 വരെ അഭിമന്യു ഓർമ്മയിൽ മഹാരാജാസ് മുറ്റത്ത് വിദ്യാർത്ഥികൾ ഒത്തുകൂടി. എറണാകുളം മഹാരാജാസ് കോളേജിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട് SFIയും പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടന ക്യാമ്പസ് ഫ്രണ്ടും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ക്യാമ്പസ് ഫ്രണ്ടുകാർ അഭിമന്യുവിനെ കുത്തിക്കൊന്നത്. 2018 ജൂലൈ 2 പുലർച്ചെ 12:45 സംഭവം. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പോലും വഴിയൊരുക്കിയ കേസാണ് അഭിമന്യു കൊലപാതകം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെടെ 26 പ്രതികളെ 3 ഘട്ടമായി പോലീസ് അറസ്റ്റ് ചെയ്തു. വധക്കേസിലെ 16 പ്രതികളുടെയും വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് അഭിമന്യുവിന്റെ 7ാം ഓർമ്മദിനം കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.